ജനങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ ഭഗവാൻ എന്ത് ചെയ്തു? അത്രേ ലീലയാടിയാണ്. തൻ്റെ പൗത്രിക്ക് തുല്യമായ ഉത്തരയെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ. ധൈര്യം കൊടുത്തു. ഭഗവാൻ ലീലയാടി. തൻ്റെ സുദർശനത്തെ വരുത്തിക്കൊണ്ട് ഭഗവാൻ ആ ഗർഭത്തിന് ചുറ്റും ഒരു സുദർശന ചക്രവലയം സൃഷ്ടിച്ചു. ഉഗ്ര തേജസ്സാർന്ന സുദർശന ചക്രം ആ ഗർഭത്തിന് ചുറ്റും വലയം വെച്ചപ്പോൾ ഭഗവാന് ചെറിയൊരു പേടി വന്നു. ഈ തേജസ്സിൻ്റെ കൂടെ ബ്രഹ്മാസ്ത്ര തേജസ് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ണിയെങ്ങാനും കണ്ണു തുറക്കും. കണ്ണു തുറന്നാൽ കണ്ണ് നശിച്ചു പോകും. ഭഗവാൻ എന്ത് ചെയ്തു? അത്രേ, ഉണ്ണിയുടെ ശ്രദ്ധ ഒരിക്കലും പ്രകാശത്തിലേക്ക് വരരുത്. കത്തിജ്വലിക്കുന്ന പ്രകാശം ഉണ്ണി കാണരുത്. ഭഗവാൻ അങ്കുഷ്ട രൂപത്തിൽ, പെരുവിരലിൻ്റെ രൂപത്തിൽ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. ഒരു നിമിഷം ഗംഭീരമായ, പേടിപ്പിക്കുന്ന, കത്തിജ്വലിക്കുന്ന ഉജ്ജ്വലമായ ബ്രഹ്മാസ്ത്ര തേജസ്സത ഭഗവാന്റെ സുദർശന തേജസ്സിലേക്ക് ചേരുന്നു. രണ്ട് ശക്തികളും തമ്മിൽ ഉഗ്രമായൊരു ആലിംഗനം. ആ സമയത്ത് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കുട്ടി ഈ ഒരു പ്രഹരത്തിൽ, ഈ ഒരു രണ്ട് ശക്തികളുടെയും ചേർച്ചയിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ അങ്കുഷ്ട രൂപത്തിൽ ഭഗവാൻ ശംഖചക്ര കഥാരൂപിയായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടിയുടെ മുഖത്ത് ഉറ്റുനോക്കുന്നു. കുട്ടി കാണുന്നത് പുഞ്ചിരിക്കുന്ന ഭഗവാന്റെ രൂപമാണ്. ഒരു നിമിഷം ഉണ്ണി കണ്ണടച്ചതും ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഉണ്ണിയെ അവിടെ വെച്ച് രക്ഷിച്ചു. ആ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ സുദർശന തേജസ് കൊണ്ട് മാറ്റിയെടുത്തു. ഇങ്ങനെ ഗംഭീരമായൊരു ലീലയാടി ഭഗവാൻ ഒരു ഉത്തമോത്തമനായ ഒരു ശിഷ്യനെ വാർത്തെടുത്തു. ഈ വലിയൊരു പരീക്ഷണത്തെ അഭിമുഖീകരിച്ച് പുറത്തു വരിക കാരണം പരീക്ഷത്തൊന്നും ഗർഭപാത്രത്തിൽ വെച്ച് ഭഗവാന്റെ ശംഖചക്ര കഥാരൂപത്തെ കാണുക കാരണം വിഷ്ണുരാധൻ എന്നൊക്കെ പേര് വന്നു എന്നാണ് പിന്നീട് ആ കഥ പറയുന്നുണ്ട്. ഏതായാലും ഈ ലീലയാടി ഭഗവാൻ അവർക്ക് ആശ്വസിപ്പിച്ചു. ഇനി എനിക്ക് പോവാൻ അനുവാദം തരണം. ഭഗവാൻ അച്ഛൻ്റെ സഹോദരിയായ കുന്തിദേവിയെ കാണാൻ ചെല്ലുകയാണ്. കുന്തിദേവിയുടെ അടുത്ത് ചെന്നതും അച്ഛൻ്റെ സഹോദരി എന്നതിലൊക്കെ ഉപരി ഭഗവാന് കുന്തി മാതാവിനോട് വലിയൊരു ആദരവുണ്ട്. ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയ ആളായിരുന്നു കുന്തിദേവി. അവിടെ ചെന്ന് തൊഴുതു. അമ്മയെ നമസ്കരിച്ചപ്പോൾ അമ്മ കൃഷ്ണനെ ആലിംഗനം ചെയ്തുകൊണ്ട് തൻ്റെ അടുത്തിരുത്തി. അവിടെ വെച്ച് കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി. ഇതിനെയാണ് കുന്തി സ്തുതി എന്ന് പറയുന്നത്. നമ്മൾ കുന്തിദേവിയുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. ധർമ്മത്തിൽ ഇത്തിരി ച്യുതി സംഭവിച്ചാലും കുഴപ്പമില്ല പറഞ്ഞു. കാരണം ആർക്കും ഇന്നേ വരെ പെർഫെക്റ്റായി ഒരു ധർമ്മവും ചെയ്യാൻ സാധിച്ചില്ല. ജീവിതത്തിൽ അനവധി തെറ്റ് ചെയ്ത അമ്മയാണ് ആര്? കുന്തി. കന്യകയായിരിക്കുമ്പോൾ തന്നെ ദുർവാസാവ് മഹർഷിയിൽ നിന്ന് കിട്ടിയ ഒരു വരം പരീക്ഷിച്ചു കളഞ്ഞു. ആഗ്രഹിക്കുന്ന ദേവനിൽ നിന്നും പുത്രഭാഗ്യം കിട്ടും. പരീക്ഷിച്ചു നോക്കി. കല്യാണം കഴിയുന്നതിന് മുമ്പ് ആദ്യം മനസ്സിൽ സ്മരിച്ചത് സൂര്യദേവനെ. വന്നു, ദേവി ഒരു നിവൃത്തിയില്ല, പുത്രോത്പാദനം ചെയ്തേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം മഹർഷിയുടെ അനുഗ്രഹം അങ്ങനെയാണ്. ഞാൻ കന്യകയാണ് പ്രഭു, വിവാഹിതയല്ല, എന്നെ നശിപ്പിക്കരുത്. പറഞ്ഞു, ഒരു വരം തരാം, നീ ഗർഭിണിയായാലും നിന്റെ കന്യകാത്വം നശിക്കില്ല. പുത്രനെ കൊടുത്തു. ദേവി ആരാരും അറിയാതെ ആ ഗർഭത്തെ വളർത്തി രഹസ്യമായി പ്രസവിച്ച് ആ കുട്ടിയെ ക്രൂരമായി ഒഴുക്കിക്കളഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ, ഇല്ലേ? അതുപോലെ ഒരു തെറ്റ് ആര് ചെയ്തു? കുന്തിദേവി. അത് കഴിഞ്ഞ് ആ കുട്ടി ഒഴുക്കിയതിന് ശേഷം പിന്നീടുള്ള തെറ്റുകൾ കാലം മുന്നോട്ട് പോയി. പാണ്ഡവരും കൗരവരും സ്പർദ്ധ തുടങ്ങി. അരക്കില്ലത്തിലിട്ട് അവിടെ ചുടുന്നു. ആ ചുടുന്ന സമയത്ത് പാണ്ഡവരുടെ കൂടെ കുന്തിദേവിയും പോകുന്നുണ്ട്. അർജുനൻ പാഞ്ചാലിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു. കുന്തിദേവിയുടെ നാവിൽ നിന്നും വന്ന വാക്കുകൾ, ഇവളെ നിങ്ങൾ 5 പേരും ഭാര്യയായിട്ട് വയ്ക്കൂ എന്നാണ്. ഏതെങ്കിലും അമ്മായിയമ്മ പറയാൻ പാടുമോ? ഇങ്ങനെ പാടുമോ? ശരിയാണോ അമ്മായിയമ്മ അങ്ങനെ പറയുന്നത്? ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഭാര്യ എല്ലാവരും കൂടി ഭാര്യയിട്ട് വയ്ക്കുമെന്ന്. എന്നായിരുന്നെങ്കിൽ അമ്മായിയമ്മ പറയില്ല. അതും ഒരു തെറ്റ് ചെയ്തു. അതും പോട്ടെ. അത് കഴിഞ്ഞ്
കർണൻ എന്ന് പറയുന്ന കഥാപാത്രം വളർന്നു വരുന്നു. ദുര്യോധനന്റെ കൊട്ടാരത്തിൽ അമ്മയ്ക്ക് മനസ്സിലായി കർണൻ എന്ന് പറയുന്നത് തൻ്റെ ആദ്യ പുത്രനാണെന്ന്. അവിടെ എടുത്തു വളർത്തിയത് രാധേയൻ എന്ന് പറയുന്ന ആളാണെങ്കിലും രാധേയ പുത്രനല്ല കർണൻ. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം അറിയുന്ന രഹസ്യം, കുന്തിദേവിക്കും അറിയുന്ന രഹസ്യം, കുന്തിദേവി ഒരിക്കൽ കർണനെ കാണാൻ പോവുകയാണ്. സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. കർണൻ അവിടുന്ന് എൻ്റെ മൂത്ത പുത്രനാണ്. അമ്മ വലിയൊരു അപരാധം ചെയ്തു, മാപ്പ് ചോദിക്കുകയാണ്, കാൽക്കൽ വീഴുകയാണ്. അവിടുന്ന് പാണ്ഡവരുടെ മൂത്ത സഹോദരനാണ്. എല്ലാ രാജൈശ്വര്യങ്ങളും പുത്രൻ അനുഭവിക്കാൻ. ഈ ദുര്യോധനന്റെ കൂടെ കൂടരുത്, വരൂ, അമ്മയുടെ കൂടെ വരൂ. സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ അമ്മയോട് പറയാണ്, അമ്മേ, ഞാൻ ആദരിക്കുന്നു അമ്മേ, പക്ഷേ ഒരു കാലത്ത് വേണ്ട എന്ന് വെച്ച എന്നെ ദുര്യോധനാണ് വേണമെന്ന് വെച്ചത്. എന്നെ വേണമെന്ന് വെച്ച ഒരു ദുര്യോധനെ കൈവിടാൻ എനിക്ക് സാധ്യമല്ല. അമ്മ പറയൂ, വേണ്ട എന്ന് വെച്ച് ഒഴുക്കിക്കളഞ്ഞ അമ്മയുടെ കൂടെ ഞാൻ പോകണോ? വേണമെന്ന് വെച്ച് എനിക്കൊരു നിലനിൽപ്പ് തന്ന, ആദരവ് തന്ന, ബഹുമാനം തന്ന, എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എനിക്ക് ഒരു അവസരം തന്ന, അർദ്ധരാജ്യം എന്ന് തന്നിനെ ബഹുമാനിച്ച ദുര്യോധനെ ഞാൻ ഉപേക്ഷിക്കണം? പറയൂ അമ്മേ, ആരെ ഞാൻ ഉപേക്ഷിക്കണം? ഒരു നിമിഷം അമ്മ കർണന്റെ മുഖത്തേക്ക് നോക്കി. ഉണ്ണി തീരുമാനിക്കൂ. കർണൻ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, അമ്മയ്ക്കെന്നും 5 മക്കളുണ്ടാവും. അമ്മയ്ക്ക് മനസ്സിലായി കർണൻ അർജുനനെ കൊല്ലും. 5 മക്കളുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലും. അമ്മ തിരിച്ചു പോയിരുന്നു. കൃഷ്ണൻ അറിയാം ഈ രഹസ്യം, അർജുനനോട് പറഞ്ഞതേയില്ല. 17ാമത്തെ ദിവസം യുദ്ധത്തിൻ്റെ അർജുനൻ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ അമ്മയെ ചെന്ന് നമസ്കരിച്ചു. എന്നും കുങ്കുമപ്പൊട്ട് നെറ്റിയിൽ തൊട്ട് പറഞ്ഞയക്കുന്ന പോലെ അന്നും അമ്മ നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് തൊട്ട് ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, വിജയീ ഭവ. പതറിയില്ല മനസ്സ്, കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല. അമ്മയ്ക്കറിയാം ഇന്നത്തെ ദിവസം പുത്രനെ കൊല്ലുന്ന ദിവസമാണ്. കൃഷ്ണൻ അർജുനന്റെ കൂടെ ഉള്ളിടത്തോളം കാലം അർജുനനെ കൊല്ലാൻ കർണന് സാധ്യമല്ല. എന്തെല്ലാം കഴിവുകൾ ഉണ്ടെങ്കിലും സാധ്യമല്ല. കൃഷ്ണൻ അതെല്ലാം മറികടക്കും. വിജയീ ഭവ. പോകുന്നു യുദ്ധക്കളത്തിലേക്ക്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാം കർണൻ അർജുനന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. പക്ഷെ ഭഗവാൻ അത് മറച്ചു വെച്ചു. കർണനുമായി ഏറ്റുമുട്ടുന്ന സമയം കർണനെ ഏറെക്കുറെ തളർത്തിക്കൊണ്ടുവരുമ്പോൾ കർണന് വേറെ നിവൃത്തിയൊന്നുമില്ല. അർജുനന്റെ നേരെ അസ്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചതുപ്പ് നിലത്തിൽ കർണന്റെ രഥം വിട്ടുപോയത്. കർണന്റെ രഥം താഴ്ന്നു. കർണൻ വിളിച്ചു പറഞ്ഞു, നിർത്തൂ അർജുന, ഒരു നിമിഷം നിർത്തൂ, ചക്രം ഉയർത്തട്ടെ. ചക്രം ഉയർത്താൻ വേണ്ടിയിട്ട് കർണൻ നിന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, അർജുന അമ്പെയ്യൂ. നിർദ്ദേശം കൊടുത്തു. അർജുനൻ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. യുദ്ധധർമ്മങ്ങളല്ലേ കൃഷ്ണ തെറ്റിക്കുന്നത്? ചക്രം താഴ്ന്നു പോയവൻ, ആയുധം താഴെ വെച്ചവൻ, മുറിവേറ്റവൻ, അംഗവൈകല്യം സംഭവിച്ചവൻ, ഇവരെയൊക്കെ കൊല്ലരുതെന്നല്ലേ ധർമ്മശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതല്ലേ യുദ്ധനീതി? ഭഗവാൻ പറഞ്ഞു, അർജുന നീ യുദ്ധം ചെയ്യൂ, നീ അമ്പെയ്യൂ. നിർദ്ദേശം കൊടുത്തു ഭഗവാൻ. ആ സമയത്ത് കർണൻ വിളിച്ചു പറഞ്ഞു, കൃഷ്ണ എന്ത് അധർമ്മമാണ് അങ്ങ് പറയുന്നത്? ഈ സമയത്ത് കൊല്ലാൻ പാടൂ? യുദ്ധനീതി മനസ്സിലാക്കിയിട്ടില്ലേ അങ്ങ്? രഥത്തിന്റെ ചക്രം താഴ്ന്നവന് കൊല്ലാൻ എവിടേക്കും ശാസിക്കുന്നുണ്ടോ? നിയമം പറയുന്നത് സമ്മതിക്കുന്നുണ്ടോ? മറുപടി അർജുനനല്ല കൊടുക്കുന്നത്, ഭഗവാനാണ് കൊടുക്കുന്നത്. ഭഗവാൻ കർണനോട് പറയുന്നു, കർണ നിനക്ക് ധർമ്മം പറയാൻ എന്താ അവകാശം? നീ എന്ത് യോഗ്യനാണത് പറയാൻ? പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് നിന്റെ ധർമ്മ സംസ്കാരം എവിടെ പോയി? കള്ളച്ചൂത് കളിക്കുന്ന സമയത്ത് ധർമ്മ വ്യവസ്ഥ എവിടെ പോയി? 12 വർഷം വനത്തിലും 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞാൽ തിരിച്ച് രാജ്യം കൊടുക്കണം എന്നുള്ളത് നിനക്കറിയില്ലേ? അന്ന് നിന്റെ ധർമ്മമൊന്നും ഞാൻ കേൾക്കണ്ടായില്ലല്ലോ. സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞപ്പോ നീ ഒരു ധർമ്മവും പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ. എന്നെല്ലാം
ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു പറഞ്ഞപ്പോൾ കർണന് മനസ്സിലായി, കൃഷ്ണൻ എന്നെ കൊല്ലിക്കും അർജുനനെ കൊണ്ട്. എടുത്തു ബ്രഹ്മാസ്ത്രം അർജുനന്റെ നേരെ. ഇനി അതേ നിവൃത്തിയുള്ളൂ. ഭഗവാൻ പുഞ്ചിരിച്ചു കളഞ്ഞു. കർണന് മനസ്സിലായില്ല ചിരിയുടെ പിന്നിലുള്ള അർത്ഥം എന്താണെന്ന്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് കർണന് ബോധ്യമായി. പണ്ട് പരശുരാമസ്വാമി ശപിച്ചിട്ടുണ്ട്. പരശുരാമസ്വാമി കർണന് ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിക്കുമ്പോൾ ധരിച്ചിരുന്നത് കർണനൊരു ക്ഷത്രിയനാണെന്ന്. കർണൻ ആ രഹസ്യങ്ങൾ മറച്ചുവെച്ചു. കാലിൽ കുത്തിക്കയറിയ വണ്ടിന്റെ രക്തം, ഒരു വണ്ടിന്റെ ആ കടി കൊണ്ടുണ്ടായ രക്തം കർണന്റെ തുടകളിൽ കണ്ടപ്പോൾ ചോദിച്ചു, നീ ആരാണ്? ഒരു ക്ഷത്രിയനാണ് മാത്രമേ ഇത് സഹിക്കാനുള്ള കഴിവുള്ളൂ. നീ ആരാണ്? ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാ പഠിച്ചത്, ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്കല്ല. നീ ആരാണെന്ന് ചോദിച്ചു. ഉടനെ സത്യം വെളിപ്പെടുത്തി, ഞാൻ കർണനാണ്. ഞാൻ അങ്ങയിൽ നിന്ന് ബ്രഹ്മാസ്ത്രവിദ്യ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ക്ഷത്രിയനല്ലാത്ത പരശുരാമസ്വാമിക്ക് അറിയാം ക്ഷത്രിയനാണ്. ഒരു രാധയനായ കുതിരക്കാരനായ നിനക്ക് ഞാൻ ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചില്ലേ? നീ എന്നെ ചതിച്ചുമില്ലേ? നീ എന്നെ വഞ്ചിച്ചുവല്ലേ? കർണ, നീ വിചാരിക്കുന്നുണ്ടോ ഈ അറിവ് നിനക്ക് അനുഭവപ്പെടുന്നുള്ളത്? ഞാനിതാ ഇവിടെ വെച്ച് ശപിക്കുന്നു. വേണ്ട സമയത്ത് ഈ ബ്രഹ്മാസ്ത്രം നീ ഉപയോഗിക്കുന്ന സമയത്ത് നിനക്കതിൻ്റെ മന്ത്രങ്ങൾ മറന്നു പോകട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. ഇത് ഭഗവാൻ അറിയാം. ഭഗവാൻ അതുകൊണ്ട് പുഞ്ചിരിച്ചു. കർണന് മനസ്സിലായി ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ സാധ്യമല്ല. അസ്ത്രം കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്ന കർണന്റെ നെഞ്ചിലേക്ക് കൃഷ്ണൻ അർജുനനെ കൊണ്ട് അസ്ത്രം വെച്ചു. അങ്ങനെയാണ് കർണനെ കൊല്ലുന്നത്. തൻ്റെ പുത്രനെ കൊല്ലിക്കുന്നത് കൃഷ്ണനാണ്. കുന്തിദേവിക്ക് നല്ലോണം അറിയാം. അത് കഴിഞ്ഞ് അമ്മ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ധർമ്മപുത്രരും പാണ്ഡവരും കൗരവർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി ഉദകക്രിയകൾ ചെയ്യുമ്പോൾ പിണ്ടം വെക്കേണ്ടത് ആദ്യം ദുര്യോധനാണ്. ധർമ്മപുത്രൻ പിണ്ടം കയ്യിൽ വെച്ചു. ഭഗവാൻ മാറി നിന്നെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് കുന്തിദേവി ഓടി വന്ന് പറയണു, നിൽക്കൂ നിൽക്കൂ പുത്ര നിൽക്കൂ. അമ്മയുടെ മുഖത്തേക്ക് നോക്കി, എന്താവോ അമ്മ പറഞ്ഞു വരുന്നത്? ആർക്കാ ഉണ്ണി പിണ്ടം വെക്കുന്നത്? എന്താ അമ്മ ഇത്രത്തെ സംശയിക്കാൻ? മൂത്തപുത്രൻ ദുര്യോധനനല്ലേ? മൂത്ത സഹോദരൻ ദുര്യോധനല്ലേ കൗരവ വംശത്തില്? അതുകൊണ്ട് ദുര്യോധനു വേണ്ടി വെക്കുന്നു. അല്ല ഉണ്ണി, ദുര്യോധനല്ല വെക്കേണ്ടത്. പിന്നെ ആർക്ക് വെക്കണം അമ്മേ? കർണന് വേണ്ടി വെക്കൂ. എന്താ അമ്മ പറയുന്നത്? ഒരു സൂതപുത്രന് ആരെങ്കിലും ക്ഷത്രിയന്മാര് പിണ്ടം വെക്കാറുണ്ടോ? എന്താ അമ്മ പറയുന്നത്? അമ്മ ധർമ്മപുത്രന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വയ്ക്കൂ ഉണ്ണി. കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ധർമ്മപുത്രര് അമ്മ പറഞ്ഞത് അനുസരിക്കൂ. ധർമ്മപുത്രര് വെച്ചു. പിന്നെ അമ്മ സത്യം തുറന്നു പറയാണ്, നിങ്ങൾ കൊന്നത് ഒരു രാധേയനെയല്ല, ഒരു സൂതപുത്രനെയല്ല, സ്വന്തം സഹോദരനെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത്. അർജുനൻ തളർന്നു, അർജുനൻ തകർന്നു. ധർമ്മപുത്രർ പറഞ്ഞു, ഇത്രയും വരെ ചതി ചെയ്തു പോയല്ലോ നമ്മൾ. എൻ്റെ ജ്യേഷ്ഠനായിട്ടിരിക്കേണ്ട ആളെയാണല്ലോ കൊന്നത്. ഭഗവാൻ വീണ്ടും പുഞ്ചിരിച്ചു. കുന്തിദേവിയുടെ മുഖത്തേക്ക് നോക്കി, കുറ്റബോധമില്ല, ദുഃഖബോധമില്ല. കുറ്റബോധവുമില്ല, ദുഃഖബോധവുമില്ല. എവിടുന്ന് കിട്ടി ഈ അമ്മയ്ക്ക് ഇത്ര കരുത്ത്? സാധാരണ ഒരു സ്ത്രീയാണെങ്കിൽ എന്നോ തളർന്നു പോകുമായിരുന്നു ഇല്ലേ? പക്ഷെ കുന്തി തളർന്നില്ല. കാരണം കുന്തിദേവി ലൗകിക ധർമ്മത്തിൽ നിന്നും മാനസിക ധർമ്മത്തിലേക്ക് ഉയർന്നിരുന്നു. കുന്തിദേവി കൃഷ്ണനെ കാണുന്നതുണ്ടല്ലോ, നമ്മൾ കൃഷ്ണനെ കണ്ടതുപോലെയല്ല, പാണ്ഡവര് കൃഷ്ണനെ കണ്ടതുപോലെയല്ല, കാണുന്നത് മറ്റൊരു രൂപത്തിലാണ്.